السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين وأشهد أن لا إله إلا الله ولي الصالحين وأشهد أن محمدا عبده ورسوله رحمة للعالمين وسيد الأنبياء والمرسلين وعلى آله وصحابته أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم علمنا ما ينفعنا വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിലെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് തഖ്വ പുലർത്തി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനനുസരിച്ച് തഖ്വ ചെയ്ത് ജീവിക്കുന്ന സാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഷെയ്ഖ് അബ്ദുർ റസാഖ് ബദർ ഹഫിളഹുള്ളയുടെ അഹാദീസുൽ അഖ്ലാഖ് എന്ന് പറയുന്ന കിതാബിലെ ഒരു ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. അഹാദീസുൽ അഖ്ലാഖ് എന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ അഖ്ലാഖുമായി സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ, അത് വിഷയാടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ചിട്ടുള്ള വളരെ പ്രയോജനപ്രദമായ ഒരു കിതാബാണ്. മസ്ജിദ് നബവിയിൽ അദ്ദേഹം അത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അത് മഗ്രിബിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ദുറൂസുകൾ അദ്ദേഹം സ്ഥിരമായി വായിക്കാറുള്ള കിതാബുകളിലൊന്നാണിത്. അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ നമ്മൾ പറഞ്ഞു, സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് അതിലുള്ളത്. സൽസ്വഭാവത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ധാരാളമായി നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ് സൽസ്വഭാവം. അലൈക്കും സലാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, നോക്കൂ, ഇന്നക ലഅല ഖുലുഖിൻ അളീം, തീർച്ചയായും അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ ഏറ്റവും ഉത്തമമായ സ്വഭാവ ഗുണങ്ങളുള്ളയാളാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞ് നമുക്ക് കാണാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാൻ, അവിടുത്തെ മാതൃകയാക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറ അല്ലാഹ കസീറ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് എന്നത്, അതുപോലെ തന്നെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃക എന്നതും സൂചിപ്പിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ ജീവിതത്തിൽ എല്ലാ സൽ സ്വഭാവങ്ങളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഏതേത് സൽ സ്വഭാവങ്ങളുണ്ടോ, പെരുമാറ്റങ്ങളുണ്ടോ, ആദാബുകളുണ്ടോ, അതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് അവിടുന്ന് പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, തീർച്ചയായും ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ നുബൂവത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണം എന്നുള്ളത്. അപ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ച് അവൻ അള്ളാഹുവിനോടുള്ള തൗഹീദും അള്ളാഹുവും അവനും തമ്മിലുള്ള ഇബാദത്ത് എന്ന് പറയുന്ന അവന്റെ ഇടപാടും കഴിഞ്ഞാൽ പിന്നീട് അവൻ ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഭാഗമാണ് അഖ്ലാഖ് എന്ന് പറയുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഏറ്റവും അധികം ഒരു മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖി, അള്ളാഹുവിനെ തഖ്വ ചെയ്യുക എന്നതും അതുപോലെ തന്നെ സൽ സ്വഭാവവുമാണ് ഏറ്റവും അധികം മനുഷ്യരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്ക് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, തഖ്വല്ലാഹി തുസ്ലിഹു മാ ബൈനൽ അബ്ദി വ റബ്ബിഹി. തഖ്വല്ലാഹ് എന്നിവിടെ പറഞ്ഞത് അത് അള്ളാഹുവും തന്റെ അടിമയും തമ്മിലുള്ള ബന്ധത്തെ നന്നാക്കുന്നതാണ്. വഹുസ്നുൽ ഖുലുഖി യുസ്ലിഹു മാ ബൈനഹു വ ബൈന ഖൽഖിഹി. എന്നാൽ ഹുസ്നുൽ ഖുലുഖ് എന്ന് പറയുന്നത് അത് ഒരടിമയും അള്ളാഹുവിന്റെ സൃഷ്ടികളും തമ്മിലുള്ള ബന്ധത്തെ നന്നാക്കുന്നതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന, ഏറ്റവും അധികം ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ്? ഒന്ന് തഖ്വ, രണ്ടാമത്തത് ഹുസ്നുൽ ഖുലുഖ് അഥവാ സൽപെരുമാറ്റം, സൽ സ്വഭാവം എന്നുള്ളതാണ്. അതുപോലെ ഈ വിഷയകമായി സഹോദരങ്ങളെ ധാരാളം ഹദീസുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞതായി കാണാം, ഏറ്റവും അധികം നാളെ മീസാനിൽ കനം തൂങ്ങുന്നത്
ഒരു അടിമയുടെ സൽസ്വഭാവം ഹുസ്നുൽ ഖുലുഖ് ഉണ്ടായിരിക്കും. എന്നല്ല അവിടെ നിന്ന് ഇങ്ങനെ കൂടി പറഞ്ഞു, ഒരു മനുഷ്യൻ, ഒരു സ്വായിമും ഖായിമുമായ ഒരു വ്യക്തി, ഒരു മുഅ്മിൻ, അവനവന്റെ സിയാമിലൂടെയും ഖിയാമിലൂടെയും എത്തിപ്പെടുന്ന ഉന്നതമായ പദവി ഒരു മനുഷ്യന് സൽസ്വഭാവത്തിലൂടെ ഹുസ്നുൽ ഖുലുഖിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുവിന്റെ ദീനിൽ ഹുസ്നുൽ ഖുലുഖിന് അഥവാ സൽസ്വഭാവത്തിനുള്ള പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെയുള്ള ധാരാളം ഹദീസുകൾ അത് ഓരോ വിഷയം തിരിച്ചുകൊണ്ട് അധ്യായങ്ങളായി കൊടുത്തുകൊണ്ടാണ് ഷെയ്ഖ് ഈ കിതാബ് തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ എന്നോടും നിങ്ങളോടും ഈ കിതാബ്, ഇതുപോലെയുള്ള കിതാബുകൾ വായിക്കാനും പഠിക്കാനും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അതിൽ 22ാമത്തെ ബാബാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിലെ പറയപ്പെട്ടുള്ള വിഷയം, അതിന്റെ ഉൻവാൻ ആദാബു ത്വരീഖ് എന്നതാണ്. ആദാബു ത്വരീഖ് എന്ന് പറഞ്ഞാൽ വഴിയുടെ മര്യാദകൾ, അല്ലെങ്കിൽ ഹുഖൂഖു ത്വരീഖ് എന്ന് പറയാം. അഥവാ വഴിയുമായി ബന്ധപ്പെട്ട മര്യാദകൾ, അതിന്റെ അവകാശങ്ങൾ എന്നതാണ് ഈ അധ്യായത്തിന്റെ ഉൻവാൻ, അതിന്റെ തലക്കെട്ട്. ഷെയ്ഖ് ഈ അധ്യായം വിശദീകരിക്കുകയാണ്. ഇന്ന മിൻ നിഅമില്ലാഹി അലൈനൽ അളീമ ഫി ഹാദിഹി ശരീഅത്തിൽ ഗറാ വദ്ദീനിൽ ഹനീഫിൽ മുബാറക്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അവന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ നിഅമത്താണ് അല്ലാഹു നമുക്ക് ഈ ദീനിനെ നൽകിയെന്നുള്ളത്. ആ ദീനിലെ, ആ ശരീഅത്തിലെ ഏറ്റവും വലിയ നിഅമത്തുകളിലൊന്നാണ് അൻ ജഅല ഹാദദ്ദീന മുഹഖ്ഖിഖൻ ലിമസാലിഹിൽ ഇബാദി ഹാഫിളൻ ലിഹുഖൂഖിഹിം. മുഅ്മിനീങ്ങളുടെ, മനുഷ്യരുടെ പൊതുവായ നന്മ അത് സാക്ഷാത്കരിക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ തന്നെ മനുഷ്യർക്ക് ഇറക്കി കൊടുത്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഈ ദീനിന്റെ ശരീഅത്തിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ട കാര്യമാണ് അദ്ദേഹം ഇവിടെ ആമുഖമായി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫൽ മുസ്ലിമു ഫീ കാന ഫീ ഹാദദ്ദീനി യസ്അദു ബിഹയാതിഹി വയഹ്നഉ ബിഐശിഹി ഇദാ ഹഖഖഹു. ഒരു മുസ്ലിം അല്ലാഹുവിന്റെ ദീനിലെ ശരീഅത്തിലെ നിയമങ്ങൾ അവൻ ശരിയായ നിലക്ക് നടപ്പിലാക്കിയാൽ അവൻ ഈ ദീനിന്റെ തണലിൽ ഏറ്റവും നല്ല ജീവിതമായിരിക്കും അവൻ ജീവിക്കുക. വഹഖഖ ഇഖ്വാനുഹു അൽ മുസ്ലിമൂൻ തആലീം അൽ ഇസ്ലാമി വ തൗജീഹാതിഹിൽ മുബാറക. അതുപോലെ തന്നെ ഇസ്ലാമിലെ മറ്റ് നിർദ്ദേശങ്ങൾ, ഇസ്ലാമിക ശരീഅത്തിലെ മറ്റ് നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ അതൊരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ, അത് മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ അവരവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ ഏറ്റവും നല്ല സന്തോഷകരമായ ജീവിതമായിരിക്കും ഒരു മുഅ്മിന് ലഭിക്കുക. ഫദീനുനാ ദീനു ഹിഫ്ളുൽ ഹുഖൂഖി വ മുറാഅത്തിൽ മസാലിഹ്. നമ്മുടെ ദീനിന്റെ പ്രത്യേകത എന്താണ്? അത് ജനങ്ങളുടെ അവകാശങ്ങൾ അതിനെ സംരക്ഷിക്കുന്നതാണ്. വ മുറാഅത്തിൽ മസാലിഹ്, നന്മയെ പരിഗണിക്കുന്നതാണ്. മനുഷ്യൻ ഏതെല്ലാം നന്മകൾ അവന് ഈ ദുനിയാവിൽ ലഭിക്കാനുണ്ടോ അതെല്ലാം ഈ ശരീഅത്ത് പരിഗണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതെല്ലാം മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടോ അതെല്ലാം ഇസ്ലാമിക ശരീഅത്ത് സംരക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ദീനാണ് നമ്മുടേത്. മിമ്മ യുഹഖഖു ലിഇബാദി ഫീ ളില്ലി തൗജീഹാതിഹി അർറാഹത വസ്സആദ. ഈ ദീനിന്റെ തണലിൽ ഓരോ മുഅ്മിനിനും ആ നിയമങ്ങൾ ശരിയായ നിലക്ക് പാലിച്ച് ജീവിച്ചാൽ ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും ഒരു മുസ്ലിമിന്, ഒരു മുസ്ലിമീങ്ങളായ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാവിധ ജനങ്ങൾക്കും അത് ആസ്വദിക്കാൻ സാധിക്കും. വഹാദിഹി വിഫ്ഖത്തുൻ മഅ ഹഖ്ഖിൻ അളീമിൻ വ അദബിൻ കരീം ഹുവ മിൻ ജമാലി ഹാദദ്ദീനി വ ഹുസ്നി ഹിദായാതിഹി അലാ വഹുവ ഹഖ്ഖു ത്വരീഖി വ അദാബുഹു. ഈ പറയപ്പെട്ട കാര്യങ്ങൾ അഥവാ അള്ളാഹുവിന്റെ ദീനിന്റെ നിർദ്ദേശങ്ങൾ, അതിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം, അള്ളാഹുവിന്റെ ദീനിന്റെ ഏറ്റവും വലിയ സൗന്ദര്യമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്മാർഗ ദർശനങ്ങളിൽപ്പെട്ടതാണ് അലാ വഹുവ ഹഖ്ഖു ത്വരീഖി വ അദാബുഹു. ഇവിടെ ഇനി പറയാൻ പോകുന്ന അത്തരത്തിൽ ഏറ്റവും മനോഹരമായ നിർദ്ദേശങ്ങളിൽപ്പെട്ടതാണ്, ഹിദായത്തുകൾപ്പെട്ടതാണ് ഇനി പറയാൻ പോകുന്ന വഴിയുമായി ബന്ധപ്പെട്ട അതിന്റെ അവകാശങ്ങളും അതിന്റെ മര്യാദകളും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വൽ ജുലൂസ ഫിത്തുറുഖാത്ത്, ഇയ്യാകും വൽ ജുലൂസ ഫിത്തുറുഖാത്ത്, നിങ്ങൾ വഴികളിൽ ഇരിക്കുന്നതിനെ തൊട്ട് സൂക്ഷിക്കുക. ഖാലു യാ റസൂലല്ലാഹ് മാ ലനാ ബുദ്ദുൻ മിൻ മജാലിസിനാ നതഹദ്ദസു ഫീഹാ. അല്ലാഹുവിന്റെ റസൂലെ, നമുക്ക് വഴികളിലിരുന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് അത് ഒഴിവാക്കാൻ കഴിയാത്ത കാര്യമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ അബൈതും ഇൽ മജ്ലിസ ഫഅഅതു ത്വരീഖ ഹഖ്ഖഹു. അങ്ങനെ നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅഅതു ത്വരീഖ ഹഖ്ഖഹു, നിങ്ങൾ വഴിക്ക് അതിൻ്റെതായ ഹക്ക്, അവകാശം വകവെച്ചു കൊടുക്കണം. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഖൗലുഹു അഅതു ത്വരീഖ ഹഖ്ഖഹു, ഇവിടെ
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിക്ക് നിങ്ങൾ അതിന്റെ അവകാശം വകവെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഹാദിഹി ഖായിദത്തുൻ മതീനത്തുൻ വഅസ്ലുൻ അളീമുൻ ഫീ ഹാദൽ ബാബ്. ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖായിദയാണ്, ഒരു നിയമമാണ് ഇവിടെ ഈ ഹദീസിൽ വിശദീകരിച്ചിട്ടുള്ളത്. ലൗ ഹഖഖ റിആയതഹു കുല്ലു മൻ സാറ ഫി ത്വരീഖി ലസലുഹത് അഹ്വാലുൽ മുസ്ലിമീൻ. ആരാണോ വഴിയിൽ ഈ പറയപ്പെട്ട നിർദ്ദേശങ്ങൾ, അവകാശങ്ങൾ പാലിക്കുന്നത്, തീർച്ചയായും മുസ്ലിമീങ്ങളുടെ അവസ്ഥ നന്നാകും, അവരുടെ വഴിയിലെ അവസ്ഥ നന്നാകും. വലസലിമു മിൻ കസീരിൻ മിനൽ അഖ്താരി വൽ മളാർ. ധാരാളം ഉപദ്രവങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അവർ രക്ഷപ്പെടുകയും ചെയ്യും. അഥവാ ത്വരീഖ് എന്ന് അത് ഒരുപാട് ഫിത്നകളും അതുപോലെ തന്നെ വലിയ ഫസാദുകളും ഒക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിലൂടെ ഖൈറും ഷറും ഒക്കെ ഒരു മനുഷ്യനിലേക്ക് വരാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിലെ ഈ നിയമങ്ങൾ അഥവാ വഴിയുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ ശരീഅത്ത്, അവന്റെ ദീനിലെ ശരീഅത്ത് നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ പരിഗണിച്ച് അത് ശരിയായ നിലക്ക് നമ്മൾ പാലിച്ചാൽ തീർച്ചയായും നമുക്ക് വഴിയിലുണ്ടാകുന്ന ഫിത്നകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. وكان من هدي النبي صلى الله عليه وسلم في كل مرة يخرج فيها من بيته يقول. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴെല്ലാം അവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളൽ. അല്ലാഹുവേ, വഴി തെറ്റുന്നതിൽ നിന്ന്, വഴി തെറ്റിക്കപ്പെടുന്നതിൽ നിന്ന് ഞാനിതാ നിന്നോട് കാവൽ തേടുന്നു. ഔ അസല്ല ഔ ഉസൽ. സത്യത്തിൽ നിന്ന്, ഹക്കിൽ നിന്ന് വ്യതിചലിക്കുന്നതിൽ നിന്നും, ഹക്കിൽ നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഔ അദ്ലിമ ഔ ഉദ്ലമ. അതുപോലെ തന്നെ ആക്രമിക്കുന്നതിൽ നിന്നും ആക്രമിക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. ഔ അജ്ഹല ഔ യുജ്ഹല അലൈ. അതുപോലെ തന്നെ വിഡ്ഢിത്തം പ്രവർത്തിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ വിഡ്ഢിയാക്കപ്പെടുന്നതിൽ നിന്നും ഞാനിതാ നിന്നോട് കാവൽ തേടുന്നു. വകുല്ലു ദാലിക തഅകീദുൻ ലിഹാദൽ മഖാമി വതഹ്ഖീഖുൻ ലിഹാദൽ മറാം. പറഞ്ഞാൽ ഈ പറയപ്പെട്ട ഫിത്നകൾ എല്ലാം സാധ്യതയുള്ള സ്ഥലമാണ് വഴി അല്ലെങ്കിൽ അങ്ങാടി എന്ന് പറയുന്നത്. ഈ പറയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 കാര്യങ്ങളെ തൊട്ടാണ് ഇവിടെ കാവൽ തേടിയിട്ടുള്ളത്. വഴി തെറ്റുന്നതിൽ നിന്ന്, വഴി തെറ്റിക്കപ്പെടുന്നതിൽ നിന്ന്, അതുപോലെ തന്നെ ഹക്കിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതിൽ നിന്ന്, അതുപോലെ തന്നെ വ്യതിചലിപ്പിക്കപ്പെടുന്നതിൽ നിന്ന്, ആക്രമിക്കുന്നതിൽ നിന്ന്, ആക്രമിക്കപ്പെടുന്നതിൽ നിന്ന്, വിഡ്ഢിത്തം പ്രവർത്തിക്കുന്നതിൽ നിന്ന്, പ്രവർത്തിക്കപ്പെടുന്നതിൽ നിന്ന്, ഇങ്ങനെയെല്ലാം വളരെ പ്രധാനപ്പെട്ട 8 കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അതിൽ നിന്നെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ തേടി. അതിന്റെ അർത്ഥം എന്താണ്? ഈ പറയപ്പെട്ട ഫിത്നകൾക്കെല്ലാം സാധ്യതയുള്ള ഇടമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്ന നമ്മുടെ അങ്ങാടിയും വഴികളും എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് അതിന്റെ ചുരുക്കം. ഇനി നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹഖ്ഖുത് ത്വരീഖ്, വഴിയുടെ അവകാശങ്ങൾ, ആ ഹദീസിൽ ഇങ്ങനെ കാണാം: ഖാലു വമാ ഹഖ്ഖുത് ത്വരീഖ്. സഹാബത്ത് പറയാണ്, വമാ ഹഖ്ഖുത് ത്വരീഖ്, എന്താണ് വഴിയുടെ അവകാശങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല ഗള്ളുൽ ബസർ. ഒന്നാമത്തെ പറഞ്ഞു ഗള്ളുൽ ബസർ, കണ്ണിനെ താഴ്ത്തുക, ദൃഷ്ടിയെ താഴ്ത്തുക. വകഫുൽ അദാ, അതുപോലെ ഉപദ്രവത്തെ തടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്ന് ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കുക. വറദ്ദു സലാം, അതുപോലെ സലാം അടക്കുക. വൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, അതുപോലെ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക. വസാദ ഫി ഹദീസിൻ ആഖർ, മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട്: വഹുസ്നുൽ കലാം, അതുപോലെ നല്ല വാക്ക് പറയുക. വസാദ ഫി സാലിസിൻ, മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട്: വഇർഷാദുസ് സബീലി വതശ്മീതുൽ ആതിസി ഇദാ ഹമിദ. വഇർഷാദുസ് സബീൽ, ആളുകൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക, വഴി കാണിച്ചു കൊടുക്കുക. വതശ്മീതുൽ ആതിസി ഇദാ ഹമിദ, ഒരാൾ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതിന് റഹ്മക്കുല്ലാ എന്ന് അതിന് മറുപടി പറയുക. വഫി റാബിഐൻ, അതേ വിഷയം പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കൂടി പറയുന്നു: വതുഗീസുൽ മൽഹൂഫ വതഹ്ദുല്ലാല്ല. വതുഗീസുൽ മൽഹൂഫ്, മൽഹൂഫിനെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യുക. മൽഹൂഫ് എന്ന് പറഞ്ഞാൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. വതഹ്ദുല്ലാല്ല, അതുപോലെ വഴി തെറ്റിയവന് നിങ്ങൾ വഴി കാണിച്ചു കൊടുക്കുക. വഫി ഖാമിസിൻ, അഞ്ചാമത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസിൽ ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട്: ഇഹ്ദുസ് സബീല വഅഈനുൽ മദ്ലൂമ. ഇഹ്ദുസ് സബീല, നിങ്ങൾ എന്ത് ചെയ്യുക? വഴി, ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുക. വഅഈനുൽ മദ്ലൂമ, ആക്രമിക്കപ്പെട്ടവനെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യുക. വഫി സാദിസിൻ, മറ്റൊരു ഹദീസിൽ വഅഈനു അലൽ ഹുമൂല എന്നുകൂടി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭാരം വഹിക്കാൻ ആളുകൾ എന്ത് ചെയ്യുക? വഴിയിൽ കണ്ടാൽ അവരെ സഹായിക്കുക. വഫി സാബിൻ, ഈ വിഷയത്തിൽ വന്ന 7ാമത്തെ ഹദീസിൽ ഇങ്ങനെയും വന്നിട്ടുണ്ട്: ദിക്റുല്ലാഹി കസീറ,
ധാരാളമായി അള്ളാഹുവിനെ ദിക്റ് ചെയ്യുക. ഇങ്ങനെ 7ഓളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നത്. അത് മുഴുവൻ ഷെയ്ഖ് ഇവിടെ വിശദീകരിക്കാൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഖാല അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ്. അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞു, വമജ്മൂഉ മാ ഫീ ഹാദിഹിൽ അഹാദീസി 14 അദബൻ. മൊത്തം വഴിയിലുള്ള ഹുഖൂഖുകൾ, ആദാബുകൾ 14 എണ്ണമാണ് മൊത്തത്തിൽ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൽ ഓരോന്നായി ഷെയ്ഖ് ഇവിടെ വിശദീകരിക്കാൻ. അൽ അവ്വലു ഗള്ളുൽ ബസർ. ഒന്നാമത്തത് ദൃഷ്ടി താഴ്ത്തുക, കണ്ണിനെ സൂക്ഷിക്കുക, കണ്ണ് താഴ്ത്തുക എന്നുള്ളതാണ്. ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നബിയെ താങ്കൾ മുഅ്മിനീങ്ങളോട് പറയുക, യഗുല്ലൂ മിൻ അബ്സാരിഹിം, അവരവരുടെ കണ്ണുകളെ, ദൃഷ്ടികളെ താഴ്ത്തട്ടെ, വയഹ്ഫളൂ ഫുറൂജഹും, അവരവരുടെ ഗുഹ്യാവയവങ്ങൾ സംരക്ഷിക്കട്ടെ, ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതേ കൽപ്പന സ്ത്രീകളോടും അവരെ പ്രത്യേകിച്ച് വിളിച്ചുകൊണ്ട് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, സൂറത്തുൻ നൂറിൽ. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗള്ളുൽ ബസറിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്ത് ആദ്യം ഷെയ്ഖ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇനി അടുത്തത്, അൻ ജരീർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ നളറിൽ ഫുജാഅ. പെട്ടെന്ന് ഉള്ള നോട്ടത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു. ജരീർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാം, ഫഅമറനി അൻ അസ്രിഫ ബസരി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് പിന്നെ നോക്കാൻ പാടില്ലാത്തടത്തേക്ക് നോക്കിയാൽ നീ നിന്റെ ദൃഷ്ടിയെ തെറ്റിച്ച് കളയുക. ഒരു തവണ യാത്രയിൽ വഴിയിൽ നീ പെട്ടെന്ന് നിനക്ക് പാടില്ലാത്തതിലേക്ക് നീ നോക്കിയാൽ പെട്ടെന്ന് നീ എന്ത് ചെയ്യുക, നിന്റെ ദൃഷ്ടി തെറ്റിച്ചേക്കുക. റവാഹു മുസ്ലിം, മുസ്ലിം ധരിച്ച ഹദീസാണ്. അടുത്ത ഹദീസ്, വഅൻ ബുറൈദത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, യാ അലി ലാ തുത്ബിഅ അൻ-നളറതൻ നളറ ഫഇന്ന ലകൽ ഊലാ വലൈസത് ലകൽ ആഖിറ. അല്ലയോ അലി, നീ ഒരു നോട്ടത്തെ തുടർന്ന് മറ്റൊരു നോട്ടത്തെ നീ പിന്തുടരരുത്. ഫഇന്ന ലകൽ ഊലാ, തീർച്ചയായും ആദ്യത്തേത് നിനക്കുള്ളതാണ്, വലൈസത് ലകൽ ആഖിറ, പിന്നെ അതിനെ തുടർന്ന് നീ നോക്കുന്നത് അത് നിനക്കുള്ളതല്ല. അപ്പൊ ഈ 3 ദലീലുകളാണ് ഷെയ്ഖ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നോക്കൂ, ഗള്ളുൽ ബസർ എന്ന് പറയുന്നത്, കണ്ണ് താഴ്ത്തുക, ദൃഷ്ടി താഴ്ത്തുക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവായി കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എല്ലാ സന്ദർഭത്തിലും പൊതുവായി ആണിനോടും പെണ്ണിനോടും കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതാണ് ആദ്യത്തെ സൂറത്തുൻ നൂറിലെ ആയത്തിൽ അത് വിശദമായി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് പിന്നെ വഴിയുടെ അവകാശങ്ങൾ പറഞ്ഞെടുത്ത് ഇത് പറയാനുള്ള കാരണം എന്താണ്? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിയുടെ അവകാശങ്ങൾ ഒന്നാമതായി ഗള്ളുൽ ബസറാണ് പറഞ്ഞത്. എന്താണത് ഇവിടെ പ്രത്യേകം അത് എടുത്തു പറയാനുള്ള കാരണം? നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ കൂടുതൽ ഗള്ളുൽ ബസറിന്റെ കാര്യത്തിൽ സൂക്ഷിക്കേണ്ട സ്ഥലമാണ് വഴി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ വീട്ടിലുള്ള അവസ്ഥയിലോ അല്ലെങ്കിൽ നമ്മുടേതായ ഇടങ്ങളിലോ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഫിത്ന എവിടെ ഉള്ളപ്പോഴായിരിക്കും? വഴിയിലും അങ്ങാടിയിലും നമ്മൾ ഇറങ്ങുമ്പോഴായിരിക്കും ഈ കണ്ണിനെ സംബന്ധിച്ച്, കണ്ണ് സൂക്ഷിക്കുന്ന, നോട്ടത്തിന്റെ കാര്യത്തിൽ സൂക്ഷിക്കുന്നതിന്റെ ഗൗരവവും പ്രസക്തിയും കൂടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വഴിയുടെ അവകാശങ്ങൾ പറഞ്ഞെടുത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഗള്ളുൽ ബസറിനെ കുറിച്ച് പറഞ്ഞത്. അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഇവിടെ ജരീർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അങ്ങനെ നോക്കിയാൽ പെട്ടെന്നുള്ള നിന്റെ കാഴ്ചയിൽ ഹറാമായത് കണ്ടാൽ, നിനക്ക് പാടില്ലാത്ത കണ്ടാൽ നീ എന്ത് ചെയ്യുക? നിന്റെ ദൃഷ്ടി തെറ്റിച്ച് കളയുക. ഇതേ കാര്യം തന്നെയാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു നോട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വഴിയിൽ പെട്ടെന്ന് നമ്മളെ കണ്ണിൽ സ്വാഭാവികമായും കണ്ടാൽ അത് പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല, പിന്നീട് അതിലേക്ക് വീണ്ടും നോക്കാൻ പാടില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വേഗം ദൃഷ്ടി മാറ്റിക്കളയണം. ഫൈന ലക്കൽ ഊല വലൈസത് ലക്കൽ ആഖിറ. ആദ്യത്തത് ഫസ്റ്റ് കണ്ടത് കണ്ടു, പിന്നീട് നീ അതിനെന്ത് ചെയ്യരുത്, ആ നോട്ടത്തെ നീ തുടരരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇതാണ് ഗള്ളുൽ ബസറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇനി നോക്കൂ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഗള്ളുൽ ബസർ എന്ന് പറയുന്ന ഈ കാര്യം, ഈ ഒരു ഇബാദത്ത്, ഈ മഹത്തായ വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ് ഗള്ളുൽ ബസർ എന്ന് പറയുന്നത്. ഉലമാക്കൾ അത് ഇബാദത്ത് സിറിലാണ് എണ്ണിയിട്ടുള്ളത്. ഒരാൾക്ക് ഇഖ്ലാസിനെ സംബന്ധിച്ച് ആള് പരാതി പറഞ്ഞ ആളോട് ഉലമാക്കൾ പറയാറുള്ള കാര്യമാണെന്ത്? ഇബാദത്ത് സിർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇബാദത്ത് സിർ, രഹസ്യമായ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്.
അങ്ങനെയുള്ള രഹസ്യമായ ഇബാദത്തുകൾപ്പെട്ടതാണ് ഇത് ഗദ്ദുൽ ബസർ എന്ന് പറയുന്നത്. കാരണം കണ്ണിന്റെ കട്ടുനോട്ടം എന്ന് പറയുന്നത് അത് ആർക്കേ അറിയുള്ളൂ, ഏതവസ്ഥയിലാണെങ്കിലും പൊതുവെ അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അത് രഹസ്യമായ ഇബാദത്താണ്. ഒരടിമക്കും അവന്റെ റബ്ബിനും മാത്രമേ ഈ പറയുന്ന കാര്യം അറിയുകയുള്ളൂ. ഒരു ഹറാമായ ഒരു സംഗതിയിലേക്ക് നോക്കുക എന്ന് പറയുന്നത് അള്ളാഹുവാണ് അറിയുക. മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ശ്രദ്ധ തെറ്റിച്ചുകൊണ്ട് ഈ ഹറാമിലേക്ക് നോക്കാൻ ആളുകൾക്ക് സാധിക്കും. ഏത് തിരക്കിനിടയിലും ഈ പറയുന്ന ഹറാമിലേക്ക് നോക്കാൻ ആളുകൾക്ക് സാധിക്കും. പക്ഷെ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഒരുവൻ ആ കാര്യം സൂക്ഷിച്ചാൽ അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അവൻ അത് കണ്ണ് സൂക്ഷിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ദൃഷ്ടി സൂക്ഷിക്കുന്ന ആളാണ് എന്നത് വളരെ രഹസ്യമായിരിക്കും. അവനും അവന്റെ റബ്ബിനും ഇടയിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത് ഇബാദത്ത് സിറിൽ പെട്ടതാണ്, രഹസ്യമായ ഇബാദത്തുകളിൽ പെട്ടതാണ്. ഇഖ്ലാസിന്റെ കുറവുണ്ടായാൽ നമ്മൾ ഇബാദത്ത് സിർ വർദ്ധിപ്പിക്കണമെന്ന് ഉലമാക്കൾ വസിയത്ത് ചെയ്യാറുണ്ട്. ഇനി നോക്കൂ, ഈ ഗദ്ദുൽ ബസർ എന്ന് പറയുന്ന ഈ ഇബാദത്ത്, അതിന് 10 ഫവായിദുകൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് ഈ കിതാബിൽ ഈ തുടർന്നു വരുന്ന ഭാഗത്ത് അദ്ദേഹം വിശദീകരിക്കുന്നു. ഒന്നാമത്തത് അന്നഹു ഇംതിസാലുൻ ലിഅംരില്ലാഹി അല്ലദീ ഹുവ ഗായതു സആദത്തിൽ അബ്ദി ഫി മആശിഹി വ മആദി. തീർച്ചയായും ഗദ്ദുൽ ബസർ എന്ന് പറയുന്നത് അതിന്റെ ഒന്നാമത്തെ ഫായിദ എന്താണ്? അത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടലാണ്. അത് ഏറ്റവും വലിയ ഫായിദയാണ്. എന്താണ് എന്റെ കാരണം? ലിഅംരില്ലാഹി അല്ലദീ ഹുവ ഗായതു സആദത്തിൽ അബ്ദി ഫി മആശിഹി വ മആദി. കാരണം അള്ളാഹുവിനെ അനുസരിക്കുക എന്നതിലാണ് ഒരടിമക്ക് ദുനിയാവിലും ആഖിറത്തിലും സമാധാനവും സന്തോഷവും ഉണ്ടാവുക. ദുനിയാവിലും ആഖിറത്തിലും സമാധാനവും സന്തോഷവും ഉണ്ടാവുക അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ്. രണ്ടാമത്തെ ഫായിദ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, അന്നഹു യംനഉ മിൻ വുസൂലി അസരി സഹ്മിൽ മസ്മൂം അല്ലദീ ലഅല്ല ഫീഹി ഹലാകുഹു ഇലാ ഖൽബിഹി. അതായത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വിഷം പുരട്ടിയ അമ്പ് അതിന്റെ അസർ, അതിന്റെ അനന്തരഫലം ഒരുവന്റെ കൽബിൽ തറക്കുന്നതിൽ നിന്ന് കണ്ണിനെ താഴ്ത്തുക, ദൃഷ്ടി താഴ്ത്തുക എന്ന് പറയുന്ന സംഗതി തടയും. എന്ന് പറഞ്ഞാൽ ഹറാമിലേക്ക് ഒരു നോക്കിയാൽ അത് എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത് അസ്സഹമുൽ മസ്മൂം, വിഷം പുരട്ടിയ അമ്പാണ്. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? അത് കൽബിൽ തറച്ചു കഴിഞ്ഞാൽ ആ അമ്പ് തറച്ചതിന്റെ പ്രശ്നം മാത്രമല്ല ഉണ്ടാകുക, മറിച്ച് അതിൽ പുരണ്ടിട്ടുള്ള വിഷവും എന്ത് ചെയ്യും? ആ ശരീരത്തിന് അവന് ദോഷം ചെയ്യും. ആ അമ്പ് വലിച്ചൂരി കളഞ്ഞാലും ആ മുറിവ് ഏറ്റതിനേക്കാൾ പ്രശ്നം അതിന്റെ ഉള്ളിൽ അവനുണ്ടാവും. എന്താണ് കാരണം? അതിന്റെ ഉള്ളിൽ വിഷമുണ്ട്. എന്നതുപോലെ ഇതുപോലെയുള്ള ഹറാമായ സംഗതിയിലേക്ക് നോക്കുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് വിഷം പുരട്ടിയ അമ്പ് പോലെയാണ്. കാരണം അതിന്റെ വിഷം ഉള്ളിൽ കടന്നിട്ടുണ്ടാവും. അത് അവന്റെ കൽബിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുവഴി വലിയ ഹറാമുകളിലേക്കും വലിയ ഫസാദിലേക്കും അത് അവനെ കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് കണ്ണിനെ ഒരുവൻ സംരക്ഷിച്ചാൽ, ദൃഷ്ടിയെ താഴ്ത്തിയാൽ അതുവഴി അവന് കിട്ടുന്ന വലിയ സൗഭാഗ്യമാണ് അവന്റെ കൽബ് കേടുകൂടാതിരിക്കുക, അവന്റെ കൽബിൽ ഈ വലിയ വിഷം ചെന്ന് പതിക്കാതിരിക്കുക എന്ന് പറയുന്ന വലിയ കാര്യം അതുവഴി നടക്കുമെന്നുള്ളതാണ്. മൂന്നാമത്തത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അന്നഹു യൂരിസുൽ ഖൽബ ഉൻസൻ ബില്ലാഹി വജംഇയ്യത്തുൻ അലൈഹി ഫഇന്ന ഇത്ലാഖൽ ബസരി യുഫർരിഖുൽ ഖൽബ വയുശത്തിതുഹു വയുബഇദുഹു അനില്ലാഹ്. തീർച്ചയായും ഗദ്ദുൽ ബസർ ഒരു മനുഷ്യന് അവന്റെ കൽബിന് അള്ളാഹുമായിട്ടുള്ള ഉൻസ് നൽകും, അള്ളാഹുമായിട്ടുള്ള അടുപ്പം നൽകും. വജംഇയ്യത്തുൻ അലൈഹി, അള്ളാഹുവിന്റെ സാമീപ്യം ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ കൂട്ടുണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണ്. ഫഇന്ന ഇത്ലാഖൽ ബസർ എന്നാൽ കണ്ണിനെ അഴിച്ചുവിടുക, കണ്ടതിലേക്കെല്ലാം നോക്കുക എന്ന് പറയുന്നത് അതിന് നേരെ വിപരീതമായ അള്ളാഹുവിൽ നിന്ന് ഒരു മനുഷ്യനെ അകറ്റിക്കളയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അവന്റെ കൽബിനെ ചെതറിച്ച് കളയുന്ന, പലതിലേക്കും അവന്റെ ശ്രദ്ധ തെറ്റിപ്പോകുന്ന കാര്യമാണ് കണ്ടതിലേക്കെല്ലാം നോക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കതിന്റെ ഹഖീഖത്ത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വലിയ തിരക്കിനിടയിൽ അവനും അവന്റെ റബ്ബിനും മാത്രം അറിയുന്ന ഒരു കാര്യമാണ് അവൻ ഹറാമിലേക്ക് നോക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അത് ഏത് തിരക്കിലാണെങ്കിലും, ജനങ്ങൾ ഉള്ളിടത്താണെങ്കിലും ഇല്ലാത്തടത്താണെങ്കിലും, ക്യാമറ ഉള്ളിടത്താണെങ്കിലും ഇല്ലാത്തടത്താണെങ്കിലും, ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കണ്ണ് താഴ്ത്തുന്നുണ്ടോ ഇല്ലേ എന്നത് ആർക്കേ അറിയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അവിടെ ആ ജനങ്ങളുടെ മുഴുവൻ സാമീപ്യത്തെക്കാൾ അവൻ വില കൽപ്പിക്കുന്നത് ആരുടെ സാമീപ്യമാണ്? അള്ളാഹുവിന്റെ സാമീപ്യമാണ്. അതുകൊണ്ട് തീർച്ചയായും അത് മാത്രമാണ്, അള്ളാഹുവിനെ മാത്രം വിചാരിച്ചുകൊണ്ടാണ് അവൻ ആ കാര്യം ചെയ്യുന്നത്, ആ ഹറാമിൽ നിന്ന് അവൻ വിട്ടു നിൽക്കുന്നത്. അവന്റെ ചുറ്റുമുള്ള ആളുകളെല്ലാം ആ തിന്മയിലേക്ക് അവനെ പ്രേരിപ്പിച്ചാലും അവൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന്റെ മോട്ടീവ്, അതിന്റെ പിന്നിലുള്ള നിയ്യത്ത് എന്താണ്? അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അപ്പൊ അള്ളാഹുവിന്റെ മഅയ്യത്തും അള്ളാഹുവിന്റെ സാമീപ്യവും അവന്റെ കൂട്ടും ഈ പറയുന്ന
ആൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്നുള്ളതാണ്. നാലാമത്തത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അന്നഹു യുഖവ്വിൽ ഖൽബ വയുഫ്രിഹുഹു. തീർച്ചയായും ദൃഷ്ടി താഴ്ത്തുക എന്ന് പറയുന്നത് ഖൽബിനെ ശക്തിപ്പെടുത്തും, അതുപോലെ തന്നെ ആ ഖൽബിന് സന്തോഷം പകരുന്നതുമാണ്. നേരെ വിപരീതം, കണ്ണിനെ അഴിച്ചുവിട്ടാൽ, കാഴ്ചയെ അഴിച്ചുവിട്ടാൽ ഖൽബിനെ അതെന്ത് ചെയ്യും? ദുർബലമാക്കും, അതുപോലെ തന്നെ അതിനെ വിഷമിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ധാരാളം ഹുസ്നും സങ്കടവും വിഷമവും അതുപോലെ തന്നെ നിരാശയും വിഷാദവും എല്ലാം ഈ പറയുന്ന കണ്ണുകൊണ്ട് ഹറാമായ ഇതിലേക്ക് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുക എന്നത് അവനെ കൊണ്ടെത്തിക്കും. അതുപോലെ അഞ്ചാമത്തത് പറയുകയാണ്, അന്നഹു യക്സിബുൽ ഖൽബ നൂറ. വലിയ ഈമാനിൻ്റെതായ പ്രകാശം അവന്റെ ഖൽബിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്നുള്ളതാണ്. കമ അന്ന ഇത്ലാഖഹു യുൽബിസുഹു ദുൽമതൻ. അതുപോലെ തന്നെ നേരെ തിരിച്ച് ഹറാമിലേക്ക് നോക്കുക എന്നുള്ളത് എന്താണ്? അത് അവന്റെ ഖൽബിൽ ഇരുട്ട് നിറക്കും. വലിഹാദ ദക്കറ അല്ലാഹു സുബ്ഹാനഹു ആയതൻ നൂരി അഖീബൽ അംരി ബിഗദ്ദിൽ ബസർ. ഇദ്ദേഹം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇത് തെളിവായിട്ട് പറഞ്ഞത് സൂറത്തുൻ നൂറിലെ ആയത്തെടുത്തുകൊണ്ടാണ്. ഇവിടെ കണ്ണിനെ സൂക്ഷിക്കണം, ദൃഷ്ടി താഴ്ത്തണം എന്നൊക്കെ പറയുന്ന ആയത്ത് അത് അവസാനിപ്പിച്ചുകൊണ്ട് പിന്നീട് അള്ളാഹു പറയുന്ന കാര്യം എന്താണ്? അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ്. അള്ളാഹുവിന്റെ നൂറിനെ സംബന്ധിച്ചും പ്രകാശത്തെ സംബന്ധിച്ചുമാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഈമാനികമായ പ്രകാശം അത് ഈ പറയുന്ന കൽപ്പനകൾ പാലിക്കുന്ന ആളുകൾക്ക് അവർക്ക് അള്ളാഹു നൽകുമെന്നുള്ളതാണ്. ഈ കൽപ്പനകൾ ആരെല്ലാം തട്ടിക്കളയുന്നുവോ, അതിനെ അവഗണിക്കുന്നുവോ, അവർക്ക് സ്വാഭാവികമായും അള്ളാഹുവിന്റെ ഈമാനിൻ്റെതായ നൂറ് അവർക്ക് നൽകപ്പെടുകയില്ല എന്നാണ് അദ്ദേഹം അതിന് തെളിവായിക്കൊണ്ട് പറയുന്നത്. ഇനി ആറാമത്തത്, അന്നഹു യൂരിസു ഫറാസതൻ സാദിഖതൻ യുമയ്യിസു ബിഹാ ബൈനൽ ഹഖ് വൽ ബാത്തിൽ. ഒരു മനുഷ്യൻ അവൻ ദൃഷ്ടി താഴ്ത്തുന്നതിലൂടെ, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് ദൃഷ്ടി താഴ്ത്തുന്നതിലൂടെ അവന് ഹക്കും ബാത്തിലും വേർതിരിക്കാനുള്ള ഫറാസത്ത്, ഖുദ്റത്ത്, ശേഷി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. അതുപോലെ ഏഴാമത്തത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അന്നഹു യൂരിസുൽ ഖൽബ സബാതൻ വശജാഅതൻ വഖുവതൻ. തീർച്ചയായും അത് ഖൽബിന് സബാത്ത് നൽകും, ദീനിൽ അടിയുറച്ച് അള്ളാഹുവിന്റെ ത്വാഅത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീഖ് നൽകും. വശജാഅതൻ, അതുപോലെ തന്നെ നല്ല ധൈര്യം നൽകും. വഖുവതൻ, അതുപോലെ നല്ല കരുത്തും നൽകും. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വളരെ വേഗം തെറ്റിപ്പോകുന്ന പിശാചിന്റെ കെണികൾപ്പെട്ടതാണ് ഹറാമായതിലേക്കുള്ള നോട്ടം. അപ്പോൾ അവിടെ ഖൽബിനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ ഏറ്റവും പ്രയാസമുള്ള കാര്യത്തിൽ തന്റെ ഖൽബിനെ ഒരുത്തൻ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, സബാത്തും അതുപോലെ തന്നെ ധീരതയും അതുപോലെ നല്ല കരുത്തും ഒരു മനുഷ്യനുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും എന്നുള്ളതാണ്. അതുപോലെ എട്ടാമത്തത്, അന്നഹു യസുദ്ദു അല ശൈത്താനി മദ്ഖലഹു ഇലൽ ഖൽബ്. ഷൈത്താന്റെ വാതിൽ, ഖൽബിലേക്കുള്ള ഒരു അടിമയുടെ ഖൽബിലേക്കുള്ള ഷൈത്താന്റെ വാതിൽ അത് തടയും എന്നുള്ളതാണ്. ഫഇന്നഹു യദ്ഖുലു മഅൻ നളറതി വയൻഫദു മഅഹാ ഇലൽ ഖൽബി അസ്റഅ മിൻ നുഫൂദിൽ ഹവാഇ ഫിൽ മകാനിൽ ഖാലി. ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് എത്ര പെട്ടെന്നാണോ വായു പ്രവേശിക്കുന്നത് അതുപോലെ ഒരു മനുഷ്യന്റെ ഖൽബിലൂടെ ഷൈത്താൻ ഒരുവന്റെ ഉള്ളിൽ പ്രവേശിക്കും. അപ്പോൾ ഒരുവൻ ഹറാമായ കാഴ്ചകളിൽ നിന്ന് അവന്റെ കണ്ണിനെ താഴ്ത്തിയാൽ അത് ഈ പിശാച് ഖൽബിലേക്ക് കയറുന്നതിനുള്ള മറയായിരിക്കും എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. ഇനി ഒമ്പതാമത് പറയുന്നു നോക്കൂ, അന്നഹു യുഫർരിഗുൽ ഖൽബ ലിൽ ഫിക്റതി ഫി മസാലിഹിഹി വൽ ഇസ്തിഗാലി ബിഹാ. ഒരു മനുഷ്യന് ഹറാമായതിലേക്ക് അവൻ നോക്കാതിരുന്നാൽ, അവന്റെ കണ്ണിനെ സൂക്ഷിച്ചാൽ അവന്റെ ഖൽബ് ഒഴിവാകും. എന്തിനു വേണ്ടി? ലിൽ ഫിക്റതി ഫി മസാലിഹിഹി. അവൻ ഏറ്റവും ഉപകാരമുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും അതിൽ മുഴുകാനും ഒക്കെയായി അവന്റെ ഖൽബ് ഒഴിവാകും. എന്നാൽ ഒരുവൻ ഹറാമിലേക്ക് കണ്ണയച്ചു വിട്ടാലോ, ഇത്ലാഖുൽ ബസരി യുൻസീഹി ദാലിക്, ഇതെല്ലാം മറപ്പിച്ചു കളയും. അവന് ഉപകാരമുള്ള കാര്യം അഥവാ ദീനിന്റെ കാര്യം, അവന്റെ പരലോകത്ത് അവന് ഉപകാരപ്പെടുന്ന കാര്യം, ദുനിയാവിൽ അവന് ഉപകാരമുള്ള കാര്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം ഈ ഹറാമിലേക്കുള്ള നോട്ടം അതിൽ നിന്ന് അവനെ മറപ്പിച്ചു കളയും. വയഹൂലു ബൈനഹു വബൈന, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവനെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചുകൊണ്ടേയിരിക്കും. ഫയൻഫരിതു അലൈഹി അംറുഹു വയഖഉ ഫി ഇത്തിബാഇ ഹവാ. അങ്ങനെ ഓരോ കാര്യത്തിലും അവൻ അത് പരിധി വിട്ടുകൊണ്ട് അവസാനം അവന്റെ ഹവയെ പിൻപറ്റുന്ന അവസ്ഥയിൽ അവനെത്തും. വഫിൽ ഗഫ്ലത്തി അൻ ദിക്രി റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ സ്മരണയിൽ നിന്ന് ഗഫ്ലത്തിലേക്ക് അവൻ എന്ത് ചെയ്യും? കൂപ്പുകുത്തി പോകുന്ന അവസ്ഥയുണ്ടാകും. ഇനി പത്താമതായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അന്ന ബൈനൽ ഐനി വൽ ഖൽബി മൻഫദൻ വതരീഖൻ
യൂജിബു ഇൻഫിആല അഹദിഹിമ അനിൽ ആഖർ. ഖൽബിനും കണ്ണിനുമിടയിലൊരു വഴിയുണ്ട്, വാതിലുണ്ട്. പിന്നെ ഒന്ന് മറ്റൊന്നിൽ നിന്ന് എന്ത് ചെയ്യും, പിന്നെ മറ്റൊന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിക്കും. വൈ യുസ്ലിഹ ബിസലാഹിഹി, ഒന്ന് നന്നായാൽ മറ്റൊന്ന് നന്നാകും. വൈഫ്സിദ ബിഫസാദിഹി, ഒന്ന് കേടുവന്നാൽ മറ്റൊന്നിലേക്ക് കേടുവരും. ഫൈദ ഫസദൽ ഖൽബു ഫസദൻ നളർ, ഖൽബ് കേടുവന്നാൽ എന്ത് ചെയ്യും, നോട്ടവും കേടുവരും. ഫസദൽ വകദാലിക വൈദ ഫസദൻ നളറു ഫസദൽ ഖൽബ്, നോട്ടം കേടുവന്നാൽ ഖൽബും കേടുവരും. വകദാലിക ഫീ ജാനിബിസ് സലാഹ്, ഇപ്രകാരം തന്നെയാണ് പിന്നെ നന്മയുടെ കാര്യത്തിലും. എന്ന് പറഞ്ഞാൽ കണ്ണ് ഏതൊന്നാണോ കാണുന്നത് അത് ഒരുവന്റെ ഖൽബ് നന്നാകുന്നതിനെയും കേടുവരുത്തുന്നതിനെയും വലിയ അളവിൽ എന്ത് ചെയ്യും, സ്വാധീനിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഗള്ളുൽ ബസർ എന്ന് പറയുന്ന പൊതുവായ ദീനിന്റെ കൽപ്പന ഇവിടെ ഹഖു ത്വരീഖിൽ അഥവാ വഴിയുടെ അവകാശങ്ങൾ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം ഈ പറയുന്ന ഫിത്ന ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് എവിടെയായിരിക്കും, വഴിയിലും അങ്ങാടിയിലുമായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഗള്ളുൽ ബസർ വഴിയുടെ ആദാബുകളിൽ അതുപോലെ അതിന്റെ ഹുക്കൂക്കുകളിൽ ഇവിടെ എണ്ണി പറഞ്ഞു. രണ്ടാമത്തത് ഷെയ്ഖ് പറയുന്നു അസാനി കഫുൽ അദാ, രണ്ടാമത്തെ വഴിയുടെ അവകാശം എന്ന് പറയുന്നത് കഫുൽ അദാ, ഉപദ്രവത്തെ തടുക്കുക എന്നുള്ളതാണ്. ഐ കഫുൽ അദാ അൽ ഖൗലിയു വൽ ഫിഅലി, കഫുൽ അദാ അൽ ഖൗലിയി വൽ ഫിഅലി, അഥവാ വാക്കുകൊണ്ടുള്ളതും പ്രവൃത്തി കൊണ്ടുള്ളതുമായ എല്ലാ ഉപദ്രവങ്ങളെയും തടുക്കണം. അമ്മൽ അദൽ ഖൗലിയു, എന്നാൽ വാക്കുകൊണ്ടുള്ള ഉപദ്രവം എന്താണ്, വഴിയിൽ നമ്മൾ നിന്നുണ്ടാകാൻ സാധ്യതയുള്ളത്. ഫല യതകല്ലമു അലൽ മാറത്തി ഗീബതൻ വനമീമതൻ വസുഖ്രിയ, ഒരിക്കലും വഴിയിലൂടെ കടന്നു പോകുന്നവരെ കുറിച്ച് നമ്മൾ ഗീബത്തോ നമീമത്തോ അതുപോലെ പരിഹാസമോ ഒന്നും നമ്മിൽ നിന്ന് വരാൻ പാടില്ല. ഈ പറഞ്ഞതും ഇതിനപ്പുറമുള്ളതുമെല്ലാം അതിൽ പെട്ടു. വഅമ്മൽ ഫിഅലിയു, പ്രവർത്തനം കൊണ്ടുള്ള ഉപദ്രവം എന്താണ്, ഫലാ യുദായിഖൂഹും ഫിത്തരീഖ്, വഴിയിൽ അവരെ ഇടുക്കാതിരിക്കുക. ബിഹൈസു യംലഊന തരീഖ്, അങ്ങനെ വഴി എന്ത് ചെയ്യും, ഇടുങ്ങും നിറയും. ഫയുദൂനൽ മാറ, നടന്നു സഞ്ചരിക്കുന്ന ആളുകൾക്ക് അത് പ്രയാസം ഉണ്ടാവും. ബിഅൻ ലാ യതയസ്സറ ലഹും മുറൂറുൻ ഇല്ലാ ബിമശഖ, വളരെ പ്രയാസത്തോടു കൂടി മാത്രമേ അതിലൂടെ ആളുകൾക്ക് പിന്നെ കടന്നു പോകാൻ സാധിക്കൂ. അപ്പൊ ഇത് വളരെ ആമായ ഒരു വാക്കാണ് ഈ പറഞ്ഞത്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വഴിയിലുള്ള ആളുകൾക്ക് നമ്മെ കൊണ്ട് പ്രയാസമുണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുക എന്ന് പറയുന്നത് വഴിയുടെ അവകാശത്തിനെതിരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വഴിയുടെ അവകാശത്തിന് വിരുദ്ധമായ കാര്യമാണ്. ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. അത് വാഹനപ്പുറത്ത് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കാൽനടയായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിലും ഏതായിക്കൊള്ളട്ടെ, ഈ പറയുന്ന ഒരു നിലക്കുള്ള ഉപദ്രവവും വഴിയിലുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ടുണ്ടാകാൻ പാടില്ല. ഇതാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണോ മുസ്ലിമീങ്ങൾ ആരൊരുവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടുവോ അവനാണ് യഥാർത്ഥ മുസ്ലിം. അതിനാൽ ഒരുവന്റെ നാവിന്റെ ഉപദ്രവത്തിൽ നിന്ന്, ഒരുവന്റെ കൈയിന്റെ ഉപദ്രവത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾ ഏതൊരുവന്റെ കയ്യിൽ നിന്നാണോ നാവിൽ നിന്നാണോ മുസ്ലിമീങ്ങൾ രക്ഷപ്പെടുന്നത് അവനാണ് യഥാർത്ഥ മുസ്ലിം. അതാണ് പറഞ്ഞത്. ഇനി അടുത്ത ഹദീസിൽ പറയുന്നു, അൻ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദ്മനു ലി സിത്തൻ മിൻ അൻഫുസികും അൽമൻ ലക്കുമുൽ ജന്ന, 7 കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് നൽകാം. എന്നിട്ട് 7 കാര്യങ്ങൾ അവിടെ എണ്ണി പറയുന്നുണ്ട്. അതിൽ അവസാനം പറഞ്ഞത് വകുഫു ഐദിയക്കും, 6ാമത് പറഞ്ഞ വഗുദ്ദു അബ്സാറക്കും, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുക. പിന്നെ പറഞ്ഞു വകുഫു ഐദിയക്കും, നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക. അപ്പൊ ഇത് രണ്ടുമാണ് ഈ ബാബിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഇനി 3ാമത്തെ ഹദീസിൽ കാണാം, അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, ദീർഘമായ ഹദീസാണ്. അതിൽ അബൂദർ റളിയല്ലാഹു അൻഹു ഏറ്റവും മുന്തിയ അമൽ ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അൽ ഈമാനു ബില്ലാഹി വൽ ജിഹാദു ഫീ സബീല, ഈ അള്ളാഹുലുള്ള ഈമാനും പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദുമാണ്. പിന്നീട് അതിനുശേഷം അവസാനത്തിൽ, ആ ഹദീസിന്റെ അവസാനത്തിൽ പിന്നെ അദ്ദേഹം ചോദിക്കുകയാണ്, അറഅയ്ത ഇൻ ലഉഫ്തു അൻ ബഅദിൽ അമൽ, ഈ പറയപ്പെട്ട നന്മകളെല്ലാം എനിക്ക് പിന്നെ ചെയ്യാൻ കഴിയാതെ വന്നാൽ, അതിൽ ഞാൻ അശക്തനായാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാല തകുഫു ശർറക അനിൻ നാസി ഫഇന്നഹാ സദഖത്തുൻ മിൻക അലാ നഫ്സിക്, നിനക്ക് നന്മയൊന്നും ഈ പറയുന്ന നന്മയൊന്നും നിനക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ഷർറ് നീ തടയുക ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മേൽ നീ ഒരു ഉപദ്രവവും നീ ചെയ്യരുത്. ഫഇന്നഹാ സദഖത്തുൻ മിൻക അലാ നഫ്സിക്, നിനക്ക് വേണ്ടി തന്നെയുള്ള സ്വതക്കയായിട്ട് അത് പരിഗണിക്കപ്പെടും
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പറയാണ്. അപ്പോൾ ഇവിടെ 3 ഹദീസുകൾ ഇവിടെ പറഞ്ഞു. 3 പൊതുവായിട്ടുള്ളതാണ്. എന്നാൽ വഴിയുടെ കാര്യത്തിൽ അത് പ്രത്യേകം ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മറുവശം വരുന്നുണ്ട്. കഫുൽ അദ എന്നതിന്റെ മറുവശം അതെന്താണ്? ഇമാത്തത്തുൽ അദ അനിത്തരീഖ്, വഴിയിൽ ഉപദ്രവം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വിലക്കിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഏറ്റവും പുണ്യകരമായ മറ്റൊരു കാര്യമാണ് എന്ത്? വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്ന് പറയുന്നത്. അത് ഏറ്റവും കുറച്ചുകൂടി ഉയർന്ന പദവിയിലുള്ളതാണ്. ഉപദ്രവം ഉണ്ടാകാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനം. അതിനു മുകളിലുള്ള ദർജയാണെന്ത്? വഴിയിൽ നിന്നും ഉപദ്രവം നീക്കുക എന്ന് പറയുന്നതും. അതും ഈ ബാബിൽ വരുന്നതാണ്. അപ്പോൾ ഏതായിരുന്നാലും ഈ പറയപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തത് കഫുൽ അദാ. മൂന്നാമത്തത് അസ്സാലിസു റദ്ദു സലാം, സലാം അതിന് മറുപടി പറയുക. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖംസുൻ തജിബു ലിൽ മുസ്ലിമി അല അഖി, 5 കാര്യങ്ങൾ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമാണ്. ഒന്നാമത്തത് റദ്ദു സലാം. ഒന്നാമത് തന്നെ പറഞ്ഞ കാര്യം എന്താണ്? സലാം മടക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത ഹദീസ്, അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ ഇസ്ലാമി ഖൈറുൻ, ഇസ്ലാമിലെ ഏറ്റവും ഖൈറായ കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല തുത്ഇമുത് തആം, അതുപോലെ നീ ഭക്ഷണം കൊടുക്കുക, വതഖറഉസ് സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, അറിയുന്നവനും അറിയാത്തവനും നീ സലാം പറയുക എന്നുള്ളതാണ്. അപ്പോൾ വഴിയിൽ നമ്മൾ പാലിക്കേണ്ട ഒരു അദബിൽപ്പെട്ടതാണ് എന്ത്? സലാം പറയുക. അത് പറഞ്ഞാൽ അത് നിർബന്ധമായും മടക്കുക എന്നുള്ളത്. സലാം പറയുന്നതിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തർത്തീബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? അവിടുന്ന് പറഞ്ഞു, യുസല്ലിമു റാക്കിബു അലൽ മാഷി, വാഹനപ്പുറത്തുള്ളവൻ നടന്നു പോകുന്നവന് സലാം പറയുക. വൽ മാഷി അൽ ഖായിദ്, നടന്നു പോകുന്നവൻ ഇരിക്കുന്നവന് സലാം പറയുക. വൽ ഖലീലു അൽ കസീർ, ചെറിയ സംഘം വലിയ സംഘത്തിന് സലാം പറയുക. അപ്പോൾ ഇതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് സലാമിന്റെ കാര്യത്തിൽ അവൻ വഴിയിൽ പാലിക്കേണ്ട മര്യാദ. 4ഉം 5ഉമായി കൊണ്ട് ഇവിടെ പറയപ്പെട്ടുള്ള കാര്യം, അറാബിഉൽ ഖാമിസു അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക അതുപോലെ തന്നെ തിന്മ വിരോധിക്കുക. ഇതും പൊതുവായിട്ടുള്ള കൽപ്പനയാണ്. പക്ഷേ ഇത് വഴിയുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞ കാര്യമാണ്. നമ്മൾ പറഞ്ഞു, ഈ പറയപ്പെട്ട ഫിത്നകളെല്ലാം നന്മയും തിന്മയും ഒക്കെ നമ്മൾ വഴിയിൽ സാധാരണ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവിടെ നന്മ കാണുമ്പോൾ നമ്മുടെ നിലപാട് എന്താണ്? അത് പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ തിന്മ കണ്ടാൽ അത് തടയുക. നന്മ ആളുകൾ കാണുന്നില്ലെങ്കിൽ ആ നന്മ കൽപ്പിക്കുക. ഇതെല്ലാം നമുക്ക് ബാധകമായ കാര്യമാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ഖാല സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി, ആരാണോ ഒരു മുൻകർ കണ്ടത്, ഒരു തിന്മ കണ്ടത്, അവന്റെ കൈ കൊണ്ട് അത് തടഞ്ഞുകൊള്ളട്ടെ. വഇല്ലം യസ്തതി' ഫബിലിസാനിഹി, അതവന് സാധിച്ചിട്ടില്ലെങ്കിൽ അവനവന്റെ നാവ് കൊണ്ട് അത് ചെയ്യട്ടെ. വഇല്ലം യസ്തതി', അതുകൊണ്ട് അവന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫബി ഖൽബിഹി, അവനവന്റെ ഖൽബ് കൊണ്ട് അത് വെറുക്കട്ടെ. വദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് ഏറ്റവും താഴെയുള്ള പടി ഈമാനിന്റെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ നാട്ടിലാകട്ടെ മറ്റ് മുസ്ലിം നാടുകളിലാകട്ടെ നമ്മൾ റോഡിലിറങ്ങിയാൽ, അങ്ങാടിയിലിറങ്ങിയാൽ, വഴിയിലിറങ്ങിയാൽ ഈ പറയുന്ന തിന്മകൾ നമ്മുടെ കണ്ണിൽ പെടും. അതുപോലെ തന്നെ ആളുകൾ നന്മ ഒരുപക്ഷെ കൽപ്പിക്കേണ്ടതായ സന്ദർഭം വരും. ഈ സന്ദർഭത്തിൽ അത് കൽപ്പിക്കൽ വഴിയിലിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ വഴിയിലൂടെ കടന്നു പോകുന്ന ആളുകൾ എന്നുള്ള നിലക്ക് നമ്മുടെ മേൽ ബാധ്യതയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പാലിക്കുക. ചില സന്ദർഭങ്ങളിൽ നമുക്ക് കാണാം, നമുക്ക് നിയമപാലകരുടെ അടുത്ത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടുന്നതായ ചില കാര്യങ്ങൾ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നിയമപാലകരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഒരു നാട്ടിൽ അതിന് ബന്ധപ്പെട്ട ആളുകളുണ്ടാവും, പോലീസും അതുപോലെയുള്ള സംവിധാനങ്ങളുണ്ടാവും. അവരെ അറിയിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അറിയിക്കണം. ചിലപ്പോൾ നമ്മൾ നേരിട്ട് പറഞ്ഞാൽ മതിയാവും, അപ്പോൾ നമ്മൾ പറയേണ്ടി വരും. ചിലപ്പോൾ കൈകൊണ്ട് പ്രതികരിക്കേണ്ടതായ ചില സന്ദർഭങ്ങൾ വരും. അപ്പോൾ എന്ത് ചെയ്യണം? കൈകൊണ്ട് പ്രതികരിക്കണം. അത് നമ്മളെ പണിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തിന്മ ചെയ്യാൻ വരുന്ന ആൾ അതിന് വിട്ടേക്കുക എന്ന് പറയുന്നത് പാടില്ലാത്ത കാര്യമാണ്. വഴിയുടെ അവകാശങ്ങളിൽപ്പെട്ടതാണ് അത്തരം സംഗതികൾ കണ്ടാൽ അത് തടുക്കുക എന്ന് പറയുന്നത്. അത് സന്ദർഭത്തിനനുസരിച്ച് സാഹചര്യത്തിന്റെ തേട്ടത്തിനനുസരിച്ച് ഈ പറയുന്ന നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ, 3 അവസ്ഥ പറഞ്ഞല്ലോ, അതിൽ 3ൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പ്രവർത്തിച്ചിരിക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. ഇനി 6ാമത്തത് ഹുസ്നുൽ കലാം, നല്ല വാക്ക് പറയുക. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയുടെ അവകാശങ്ങളിലായി എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ഒരുവൻ ആരാണോ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അത് പൊതുവായ കൽപ്പനയാണ്. ഇവിടെ പ്രത്യേകം അത് എടുത്തു പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ
ഏഴാമത്തെ കാര്യം അസ്സാബിഉ ഇർഷാദ് സബീൽ, വഴി തെറ്റിയവന് വഴി പറഞ്ഞു കൊടുക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, കുല്ലു സുലാമ അലൈഹി സദഖത്തുൻ കുല്ലയൗം, ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിലെ ഓരോ ജോയിന്റിനും എന്തുണ്ട്, അതിന്റെ മേൽ സദഖയുണ്ട് എല്ലാ ദിവസവും. യുഈനു റജുലു ഫീ ദാബത്തിഹി യുഹാമിലുഹു അലൈഹ ഔ യർഫഉ അലൈഹ മതാഅഹു സദഖ, ഒരു വ്യക്തി തന്റെ വാഹനപ്പുറത്തേക്ക് കയറാൻ ആളെ സഹായിക്കുന്നു, അതുപോലെ തന്നെ അതിന്റെ മുകളിൽ സാധനങ്ങൾ എടുത്തു വെക്കാൻ ആളെ സഹായിക്കുന്നു. ഇതെല്ലാം എന്താണ്? സ്വദഖയാണ്. വൽ കലിമത്തു തയ്യിബത്തു, അതുപോലെ തന്നെ നല്ല വാക്ക് പറയുക എന്നത് അത് സ്വദഖയാണ്. വകുല്ലു ഖത്വത്തിൻ യംശിഹാ ഇല സ്വലാത്തി സദഖത്തുൻ, അതുപോലെ നമസ്കാരത്തിലേക്ക് നടക്കുന്നത് അത് സദഖയാണ്. എന്നിട്ട് അവസാനം പറഞ്ഞു വദല്ലു ത്വരീഖി സദഖത്തുൻ, വഴി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എന്താണ്? സദഖയാണ്. അപ്പൊ ഇതൊക്കെ വഴിയിൽ നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങൾ. ആളുകൾ വഴി തെറ്റിയിട്ടോ അല്ലെങ്കിൽ വഴി അന്വേഷിച്ചിട്ടോ നമ്മുടെ അടുത്ത് വന്നാൽ അവരെ ശരിയായ വഴി അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഈ വഴിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ടുന്ന ഹക്കിൽപ്പെട്ടതാണ്. മറ്റൊരു റിവായത്തിൽ മൻ മനഹ മനീഹത ലബനിൻ ഔ വരിഖിൻ, ആരെങ്കിലും എന്താണ് പാല് അതുപോലെ തന്നെ ഔ വരിഖിൻ എന്തെങ്കിലും വെള്ളി നാണയം ഇത് നൽകിയാൽ, ഹദിയായി നൽകിയാൽ, ഔ ഹദ സുഖാഖൻ, ആരെങ്കിലും വഴി തെറ്റിയ ആളെ അയാൾക്ക് വഴി പറഞ്ഞു കൊടുത്താൽ കാന ലഹു മിസ്ല ഇത്ഖിൻ റഖബ, ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം അവന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും എന്നുള്ളതാണ്. ഇതാണ് ഈ പറയപ്പെട്ട 7 കാര്യങ്ങൾ. ഏറ്റവും ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു ഗള്ളുൽ ബസർ, അതുപോലെ തന്നെ രണ്ടാമത്തേത് കഫുൽ അദ, അതുപോലെ തന്നെ മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞു എന്താണ്? മൂന്നാമത്തേത് റദ്ദുസ്സലാം. 4, 5 നമ്മൾ പറഞ്ഞു അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. 6 ഹുസ്നുൽ കലാം. 7ാമത്തേത് ഇർഷാദു സബീൽ, ആളുകൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ള. ബാക്കി 7 എണ്ണം കൂടി അതിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അതെല്ലാം സൽസ്വഭാവങ്ങൾപ്പെട്ടതാണ്, ആദാബുകൾപ്പെട്ടതാണ്. അതൊക്കെ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സൽസ്വഭാവം കൊണ്ട് നാളെ സ്വർഗത്തിൽ ഉന്നതമായ പദവി നേടിയെടുക്കുന്ന ആളുകൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.